വറ്റിക്കാനായിട്ട് ഞങ്ങൾക്ക് പെട്ടിമ്പറ എന്ന് പറഞ്ഞ സംവിധാനമായിരുന്നു. വളരെ മുൻകാലങ്ങളിൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടായിരുന്ന പെട്ടിമ്പറ സംവിധാനമായിരുന്നു ഞങ്ങൾക്ക് കൂടി ഉണ്ടായിരുന്നത്. അത് 17ഓളം പെട്ടിമ്പറ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കത് വെള്ളം വറ്റിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. പെട്ടിമ്പറയുടെ സംവിധാനം വെച്ചാൽ നമുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, അടി കൂടിയാണ് പമ്പ് ചെയ്യുക. ചാലിൽ ലെവൽ കൂടി കഴിഞ്ഞാൽ അതിൻ്റെ തള്ളൽ പകുതിയാവും. ഇത്രയും വെള്ളം വറ്റിച്ചെടുക്കാൻ ഭയങ്കര പാട് തന്നെയായിരുന്നു. അതിനുള്ളിലാണ് സുനിൽകുമാറിൻ്റെ കാലത്താണ് നമുക്ക് സൺമേഴ്സിബിൾ മെഷീൻ എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ, പൊന്നാനി, എല്ലാ മേഖലകളിലായിട്ട് 250ഓളം സൺമേഴ്സിബിൾ മെഷീൻ നമുക്ക് വന്നത്. ഈ സൺമേഴ്സിബിൾ മെഷീൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ മാറ്റിക്കൊണ്ടുവരേണ്ട കാര്യം, നമ്മൾ ഈ പെട്ടിമ്പറ ഊരിക്കൊണ്ടുവരണം. ഇപ്പോൾ വർഷക്കാലത്ത് വെള്ളം കയറുമ്പോൾ പെട്ടിമ്പറ നമ്മൾ ഓരോ സീസണിലും മാറ്റി ഈ ഗോഡൗണിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതൊരു വലിയ പണിയാണ്. അത് ലേബർ നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോഴും നമ്മളത് വലിയൊരു ലെവലായതിനു ശേഷം നമ്മൾ പെട്ടി ഫിറ്റ് ചെയ്തിട്ട് ഒരുപാട് പണികൾ വരുന്നത്, സമയം വൈകുന്ന ഒരു സിറ്റുവേഷൻ അതിനുണ്ട്. അതായത് ഒരു മാസത്തോളം പെട്ടി പതിക്കാൻ തന്നെ വേണ്ടി വരും. സൺമേഴ്സിബിൾ മെഷീൻ വന്നപ്പോൾ നമുക്കുണ്ടായ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ പമ്പിങ് മോളിൽ കൂടിയാണ്. അപ്പോൾ അത് വെള്ളത്തിൽ കിടന്ന് അടിക്കുന്ന മെഷീൻ ആയതുകൊണ്ട് നമുക്കത് ഊരിക്കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല. നമുക്ക് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ, കറണ്ട് വരെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ മോട്ടോർ ചാലോ. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് വെള്ളം വറ്റിക്കാനായിട്ട് ഈസിയായി. ഇപ്പോൾ നമുക്കറിയാം 250 മെഷീൻ തന്നെ, ഒരു മെഷീന് 20 ലക്ഷം രൂപയാണ് ഒരു മെഷീൻ്റെ വില. അത് 250 ഞങ്ങൾക്ക് ഇവിടെ 14 മെഷീൻ ഉണ്ട്. ഇപ്പോൾ ഓൾറെഡി 14 മെഷീൻ ഞങ്ങളുടെ ഈ അന്തിക്കാട് പാടശേഖരത്തിൽ 1700 ഏക്കറിൽ 14 മെഷീൻ ഉണ്ട്. അതൊരു വലിയൊരു സഹായമാണ് ഞങ്ങളെ സംബന്ധിച്ച്. ഞങ്ങൾ ഈ മെഷീൻ നമ്മളെ ഈ അന്തിക്കാട് പാടശേഖരത്തിൽ മാത്രമല്ല, ഈ പമ്പ് ഓൾ കേരള ബേസിൽ ഈ പമ്പുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് പെട്ടിമ്പറ ഒഴിവാക്കിയത് ഞങ്ങൾക്ക് വലിയൊരു സഹായമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതേപോലെ തന്നെ നമ്മൾക്കിപ്പോൾ ഈ നടക്കുന്ന ഈ വർക്കുകൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 14 ചില്ലാൻ കോടി രൂപ ഞങ്ങളുടെ അന്തിക്കാട് മേഖലയിൽ തന്നെ ഇപ്പോൾ ഈ നിൽക്കുന്ന റാമ്പ്, ഇതേപോലെ റോഡുകൾ, സ്ലൂയിസുകൾ, ഫാം റോഡുകൾ, അങ്ങനെയുള്ള കെടകൾ, അങ്ങനെയുള്ള വളരെ കൃഷിക്കാർക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്കൊന്നും സ്വപ്നത്തിൽ നമുക്കിതൊന്നും ചെയ്തു തീർക്കാൻ പറ്റില്ല. ഇത്രയും കോടി നിങ്ങൾ പാടശേഖരത്തിന് ചെയ്യാൻ പറ്റുമോ? അത് ചെയ്യാൻ പറ്റില്ല. വി എസ് സുനിൽകുമാറിൻ്റെ കാലത്ത് തന്നെയാണ് ആ കാര്യങ്ങൾ ഞങ്ങൾക്ക് നടപ്പിലാക്കി കിട്ടിയത്. ഇത് തൃശ്ശൂർ പൊന്നാനി കോൾ വികസന പാക്കേജ് അതിൻ്റെ ഭാഗമായിട്ടാണ്. നമുക്കിപ്പോൾ അപ്പുറത്തേക്ക് നോക്കിയാൽ കാണാം, ഹൈ ലെവൽ കനാലാണ് നിരന്ന് കിടക്കും. ഈ ഹൈ ലെവൽ കനാൽ എന്ന് പറയുന്നത് ഈ കൃഷി ഇപ്പോൾ ഇവിടെ തന്നെ 2000 ഏക്കർ ഉണ്ട് കൃഷി. ഈ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഒരു പാടശേഖരമാണ്. ഇവിടുന്ന് മഴക്കാലത്ത് വെള്ളം ഇങ്ങോട്ട് ഇറങ്ങാതിരിക്കുകയാണ് ഹൈ ലെവൽ കനാൽ. ആ ഹൈ ലെവൽ കനാൽ യാഥാർത്ഥ്യമായി നമ്മുടെ ഏനമാവ് കെട്ടുണ്ട്. ഈ വെള്ളമൊക്കെ മുഴുവൻ അങ്ങോട്ടാണ് പോണത്. ഇപ്പോൾ കാലം തെറ്റുള്ള മഴ വരുന്നത്. ഈ സമയത്തൊക്കെ നമ്മൾ ഇടപെടുന്ന ആരെയാണ്? ഈ സുനിച്ചേട്ടനെ ഇടപെടുക. പ്രളയം വന്നാലും ഏത് കാര്യം വന്നാലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇത് അവിടെ പോയിട്ട് പൊട്ടിക്കണം, ഇടയ്ക്കിടയ്ക്ക് അത് മാറ്റണം, അടയ്ക്കണം. കാരണം അല്ലെങ്കിൽ ഉപ്പുവെള്ളം കയറും. ഇവിടുന്ന് മഴ പെയ്ത വെള്ളം അങ്ങോട്ട് പോകണം, ഉപ്പുവെള്ളം ഇങ്ങോട്ട് കയറാതിരിക്കണം. ഇതിനൊക്കെ ഇടപെടുന്നത് സുനിച്ചേട്ടനാ. ഇപ്പം ഈ സീസണിൽ തന്നെ എത്ര പ്രാവശ്യം അവിടെ ഏനമാവ് കെട്ട് പൊട്ടിക്കേണ്ടി വന്നു. MP ഇടപെടലുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ആളെന്ന് പറഞ്ഞാൽ, കർഷകർക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ആള് പി എസ് സുനിൽകുമാർ തന്നെയാണ്. ഈ സർക്കാരിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ഏനമാവ്, മുനയം, ഇടിയഞ്ചിറ ഈ 3 ശാശ്വതമായിട്ടുള്ള കെട്ടുകൾ പാസ്സായി കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് ഒരു കൃഷിമന്ത്രി VS വന്നതോടുകൂടി ഞങ്ങൾ കർഷകൻ എന്നുള്ള രീതിയിൽ വലിയ ആത്മവിശ്വാസം ഉണ്ടായി. അത് അതേപടി അദ്ദേഹത്തിന് നിലനിർത്താനും കഴിഞ്ഞു. അതാണ് VSന്റെ പ്രത്യേകത. കർഷകന്റെ ഒപ്പം നിൽക്കാനും തോളോട് തോൾ ചേർത്ത് പ്രവർത്തിക്കാനും VS എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉള്ളതാണ്. പ്രഖ്യാപിച്ചു റോയൽറ്റി പ്രഖ്യാപിച്ച ആരാ? സുനിൽകുമാറിന്റെ കാലത്ത് കർഷകന് റോയൽറ്റി പ്രഖ്യാപിച്ചു. അതേപോലെ തന്നെ ഇപ്പൊ ഇൻഷുറൻസ് കിട്ടി തുടങ്ങി. പണ്ട് ഇൻഷുറൻസ് എന്നാ കേട്ടിരുന്നുള്ളൂ. ഈ ഇൻഷുറൻസ് എങ്ങനെ കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ആ സർക്കാരിന്റെ കാലത്താണ്. കാരണം ഇപ്പോൾ ഈ കാലാവസ്ഥ നിരീക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സ്റ്റേഷനുകൾ സ്ഥാപിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. 750 സ്റ്റേഷനാണ് സ്ഥാപിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഇൻഷുറൻസിലേക്ക് സാധ്യതകൾ വരുന്നത്. അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യാൻ മാത്രമല്ല, കോളിലേക്ക് മാത്രമല്ല എല്ലാ മേഖലയിലും ഇടപെട്ട് സജീവമാക്കി കാർഷിക മേഖല ഉയർന്നു വന്നു. ഇപ്പോൾ കോളൊക്കെ ഒരു കാലഘട്ടത്തിൽ ഉപേക്ഷിച്ച ആളുകൾ ഉയർന്നു വന്നു. ഇപ്പോൾ കോൾ നിലത്തിൻ്റെ വില ഉയരുകയാണ്. ഓരോ കൊല്ലം ചെല്ലും തോറും കോൾ നിലത്തിൻ്റെ വില ഉയരുക. കാരണം എന്താ? കൃഷിയിലേക്ക് ആളുകൾ വരുന്നു എന്നുള്ളതാണ്. ഇത് തൂർത്ത് വേറെ ഉണ്ടാക്കാനല്ല, വേറെ ഭൂമിയാക്കാനല്ല, കൃഷി ചെയ്യാൻ ആളുകൾ വരുന്നു എന്നുള്ള ഈ സർക്കാരിൻ്റെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് അതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ആളാണല്ലോ. ജനങ്ങൾക്കൊപ്പം ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്നും നേരിടുന്ന ആളാണ് ആൾക്ക് ഏത് വേദി കിട്ടിയാലും ഇത് പറയാൻ സംസാരിക്കും, ഭംഗിയായിട്ട് സംസാരിക്കും കാര്യങ്ങൾ. കാരണം ഞാൻ അത്ര ഇടയടുപ്പം പോലെയാണ് ഒരു ആളും ഞങ്ങൾക്ക് തമ്മിൽ. ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി മുതലൊരു വളരെ പ്രായം ചെന്നൊരു ആള് വരെ
അദ്ദേഹവുമായി പ്രശ്നങ്ങളിൽ ഇടപെടാനും സംസാരിക്കാനും അത് അവർക്ക് വേണ്ടി നേടിക്കൊടുക്കുന്നതിന് മുൻപന്തിൽ നിൽക്കുന്ന ആളാണ് സുനി. നമുക്കറിയില്ല ആളെ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യാനുള്ള കഴിവ് വി. സുനിൽകുമാറിനെ കഴിച്ചിട്ടുള്ളൂ ഇവിടെ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഇവിടെ നിന്ന് പാടശേഖരത്തിൻ്റെ ആളുകൾ നിലവിൽ MP കാണാൻ പോയി സംസാരിച്ചിരുന്നു. പല പ്രശ്നങ്ങളും പ്രതാപനെ കാണാൻ ഞങ്ങൾ പോയിട്ടുണ്ട്. പ്രതാപനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. എന്താ അതിന് ഭാഗമായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്? വേണ്ട, MP ആണല്ലോ, MP ആയില്ലോ. ആ MP ബാധ്യത അനുസരിച്ച് ഈ തൃശ്ശൂർ മണ്ഡലത്തിലെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് നെൽകൃഷി. ഈ നെൽകൃഷിയുടെ കാര്യം ആൾ എന്താ ചിന്തിച്ചിട്ടുള്ളത്? അതിനുവേണ്ടി എന്താ ചെയ്തിട്ടുള്ളത്? ഏതെങ്കിലും ഒരു കാര്യം ആൾക്ക് എടുത്ത് പറയാൻ പറ്റും. അപ്പോൾ ഇതിവിടെ ഒരു സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്ഥാനം കിട്ടിയില്ലെങ്കിലും ജനങ്ങൾ വന്ന് പറയുന്ന പ്രശ്നത്തിന് അപ്പോൾ ഇടപെടാൻ സുനിച്ചേട്ടന് കഴിയുന്നുള്ള കാര്യം തെളിയിച്ചിട്ടുള്ളതാണ്. ഇത് വേറെ ഇതില് പ്രളയത്തിന്റെ സമയത്തൊക്കെ ഏനാമാവ് ബണ്ടില് അവിടെ പൊട്ടിക്കാൻ പറ്റാണ്ട് പോയി. പൊട്ടിക്കാൻ പറ്റുന്നില്ല. ഒരു വണ്ടി മറ്റേ ഒരു വഞ്ചി പോലത്തെ ഇതിൽ കൊണ്ടുവന്നിട്ട് JCB കൊണ്ട് വെച്ച് അത് അതിൽ ഇറക്കി വിട്ടിട്ടാണ് പൊട്ടിച്ചത്. പക്ഷെ അപ്പോഴേക്ക് ഒഴുക്കിൽ വിട്ട് ഇത് അങ്ങനെ തന്നെ പോവുകയാണ് ചെയ്തത്. സുനിച്ചേട്ടൻ, അന്നത്തെ കളക്ടർ, എല്ലാവരും കൂടിയാണ് കയറ് പിടിച്ച് വലിക്കുന്നത്. അതായത് ഈ ആളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ആള് വെള്ളത്തിലേക്ക് പോവാണ്. ആ മന്ത്രി അവിടെ നിന്നിട്ട് പിടിക്കലാന്ന് പറയല്ല, പിടിച്ച് വലിക്കുകയാണ്. ഞാൻ പറയുന്നത് അങ്ങനെ ഇടപെടാൻ കഴിയുന്ന ആളാണ്. നിർത്തലാക്കിയില്ല, കർഷകർക്ക് കിട്ടുന്നുണ്ടല്ലോ 4% ഗോൾഡിന്റെ കാര്യമല്ലേ പറഞ്ഞത്. ഗോൾഡ് വെച്ചിട്ട് 4% നമുക്ക് കിട്ടുന്നുണ്ട്. പൊസിഷൻ എടുക്കണം നമ്മൾ. അതിന്റെ ഞാൻ എടുക്കുന്നുണ്ട്, ഞങ്ങൾ എടുക്കുന്നുണ്ട്. 4% നമുക്ക് ഒന്നും കൊടുക്കാണ്ട് നികുതി അടച്ച കടലാസ് വെച്ചാൽ നമുക്ക് 3 ലക്ഷം വരെ കിട്ടുന്നുണ്ട്. അതിന്റെ പൊസിഷൻ എടുക്കണം. വില്ലേജ് ഓഫീസർ സർട്ടിഫൈ ചെയ്യണം. അത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ഭൂമിയുടെ ഉടമയാണ്. അത് വേണ്ടു 3 ലക്ഷം എടുത്തിട്ട് നികുതി അടച്ച റെസിപ്റ്റ് വെച്ചിട്ട് 3 ലക്ഷം ഞാൻ ഏത് നേരത്തും നമുക്കുള്ള ആവശ്യങ്ങൾ വേറെ രീതിയിൽ കഴിയാതെ വന്നാൽ, ഒരു ചാനലിൽ കൂടെ കഴിയാതെ വന്നാൽ മന്ത്രിയെ കണ്ട് ആ രാത്രിക്ക് രാത്രി ഇടപെട്ട് അത് നിവർത്തിച്ചിട്ട് അദ്ദേഹം അവിടെ നേരം വെളുക്കുമ്പോൾ എഴുന്നേറ്റ് പോകും. കാലങ്ങളായിട്ടില്ലാത്ത വികസനമാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോ ഈ സ്പോട്ടില് ഇവിടെ നെല്ല് ഗോഡവൺ വരാൻ പോവാണ്. ഈ ബജറ്റില് ഈ സ്പോട്ടിൽ 5 കോടി രൂപ നെല്ല് ഗോഡവൺ പാസ്സായിട്ടുണ്ട്. കയർ ഭൂവസ്ത്രം സർക്കാരിന്റെ ഒരു പദ്ധതിയാണ്. അത് ഒന്ന് കാർഷിക മേഖലയെ സംരക്ഷിക്കാനും കയർ ഉൽപ്പന്നങ്ങളുടെ കയർ ഭൂവസ്ത്രം വിരിക്കുന്ന എന്തിനാ? ഇപ്പൊ ഈ മണ്ണിട്ട് കഴിഞ്ഞാൽ, പണ്ടവും മണ്ണിട്ട് കഴിഞ്ഞാൽ ആ മണ്ണ് കയർ ഭൂവസ്ത്രം കയർ എന്തായാലും ചതില് പിടിച്ചു പോകുന്ന എല്ലാവർക്കും അറിയാം. അത് അറിയാത്ത വിഡ്ഢികളാണ് ഇങ്ങനെ പറയാ. കയർ അങ്ങനെ കോൺക്രീറ്റ് ഇട്ട മാതിരി കൊടുക്കുവോ? കയറ് പോണം. കയറങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മണ്ണും കയറുമായി ജോയിൻ ചെയ്ത് അത് മിക്സ് ആവുമ്പോ അവിടെ പുല്ല് വളരും. പുല്ല് വെച്ച് പിടിപ്പിക്കുകയും ചെയ്യും നമ്മള്. കയറ് വിരിക്കല് മാത്രല്ല, കയറ് വിരിച്ചിട്ട് അവിടെ നമ്മൾ ഈ പുല്ല് പ്ലാന്റ് ചെയ്യും. പഞ്ചായത്തിന് അത് വിരിച്ചതാ. സുനിച്ചേട്ടനാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അത് അതിന്റെ സൈഡിൽ പുല്ല് പിടിപ്പിക്കും. സ്വാഭാവികമായിട്ട് പുല്ല് വളരുന്നതോട് കൂടിയിട്ട് അവിടെ എന്തായി, ആ മണ്ണ് അവിടെ ഫിക്സ് ആവുകയാണ്. മണ്ണിനെ ഫിക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ചതില് പിടിക്കണത്. കരനെൽ കൃഷിയെ കുറിച്ച് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, കരനെൽ കൃഷി ഏറ്റവും അധികം തരിശ് കിടന്നിരുന്ന സ്ഥലങ്ങൾ കൃഷി യോഗ്യമാക്കിയിട്ടുള്ള ഒരു കാലഘട്ടമാണത്. ഒരുപാട് നമുക്കറിയാം കേരളത്തിൽ ഇത്രയും നെൽകൃഷി ഉണ്ട്. നമുക്ക് ഇവിടെ കഴിക്കാനായിട്ടുള്ള ഭക്ഷണം നമുക്ക് ഇവിടെ ഇല്ല. നമുക്ക് പുറത്തുനിന്ന് അരി വരണം. എത്ര ഏക്കറക്കണക്കിന് നിലങ്ങളാണ് അന്ന് തരിശ് കെട്ടിരുന്ന നിലങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് കൃഷിഭൂമിയാക്കി മാറ്റിയത്. ഇപ്പോൾ നമ്മൾ കരഭൂമിയിലേക്ക് പോകുമ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ ലഭ്യത അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ അതിലുണ്ട്. നല്ലതായിട്ട് വിളവുണ്ടായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. എന്നാൽ പല സ്ഥലങ്ങളിലും പരിപാലനത്തിൻ്റെ കുറവ്. അവിടെ സുനിൽകുമാറിന് അത് വന്ന് പരിപാലിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഏൽപ്പിക്കുന്ന ആ ടീമിന് ആ പരിപാലനത്തിൻ്റെ കുറവിൽ ചിലപ്പോൾ അവിടെ ഫെയിൽ ആയിട്ടുണ്ടായിരിക്കാം. പക്ഷേ കരനിലങ്ങൾ വളരെയധികം വിജയിച്ചുള്ള സ്ഥലങ്ങളുണ്ട്. കരനെൽ കൃഷി എന്ന് മാത്രമല്ല, അത് പൊതുവേ ഒരു സംസ്കാരം ഉണ്ടാക്കണേ. എല്ലാവരും കൃഷി, ഏത് സ്ഥലത്തും കൃഷി. അത് എല്ലാവരും കൃഷിയിലേക്ക് വരാനുള്ള മനോഭാവം ഉണ്ടായി. അത് ആ സർക്കാരിന്റെ സുനിച്ചേട്ട കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. 2 ദിവസം മുന്നേ അവിടെ വലിയൊരു ഉദ്ഘാടനം നടന്നു. അത് അതിൻ്റെ വിളവെടുപ്പ്. ഈ വിളവെടുപ്പിന് അന്ന് പ്രസാദ് കൃഷിമന്ത്രി വന്നിരുന്നു, റവന്യൂ മിനിസ്റ്റർ വന്നിരുന്നു, പിന്നെ KP രാജേന്ദ്രൻ വ്യവസായ മന്ത്രി, ഇവരെല്ലാവരും വന്നിരുന്നു. പക്ഷെ ഉദ്ഘാടിച്ചതാരാ? രാമേട്ടൻ എന്ന് പറഞ്ഞ വയനാട്ടിലൊരു കൃഷിക്കാരനാണ്. ഈ വയനാട്ട് ആദിവാസികൾക്ക് അവാർഡുകൾ കിട്ടിയിരുന്നില്ല. ആദിവാസി മേഖലകളിൽ കൃഷിക്കാർക്ക് അവാർഡ് വി. എസ്. സുനിൽകുമാറിൻ്റെ കാലത്താണ് ആ അവാർഡ്
ആദ്യമായിട്ട് കൊണ്ടുവന്നത്. അതിൽ രാമേട്ടൻ എന്ന് പറഞ്ഞ കൃഷിക്കാരനാണ് വലിയൊരു അവാർഡ് കിട്ടുകയും അയാൾ ഇവിടെ കൊണ്ടുവരും, അയാളാണ് ഉദ്ഘാടിച്ചത്. തലേദിവസം വന്നു, ആളൊന്ന് ഭംഗിയായിട്ട് പ്രസംഗിച്ചു. അപ്പോൾ ഇത്രയും നമ്മൾ മിനിസ്റ്റേഴ്സ് ഉണ്ടായിട്ട് പോലും ഉദ്ഘാടകൻ അങ്ങോരായിരുന്നു എന്ന് പറയണേ. അപ്പോൾ അത് വി സുനിൽകുമാറിൻ്റെ ഒരു പ്രത്യേകതയാണ് അതൊക്കെ. നമുക്ക് ആവശ്യമുള്ള ഏത് കാര്യവും അദ്ദേഹത്തിന്റെ തോളിൽ കയറ്റി പോയിട്ട് നമുക്ക് പറയാം, സുനിച്ചേട്ടാ എങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ആരാ നോക്കലൊന്നുമില്ല. ഇപ്പൊ ഇപ്പൊ ഇടതുപക്ഷ ആളുകൾ വിളിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ആളുകളെ വിളിക്കുക മറ്റ് BJP കോൺഗ്രസും ആളുകളൊക്കെ. അപ്പോൾ ആള് ജയിക്കാന്ന് പറഞ്ഞാൽ ഏത് അന്തിക്കാട്ടുകാർക്ക് മാത്രമല്ല കേട്ടോ, ഈ നാട്ടിലെ എവിടെ നിന്നൊക്കെ ആളുകൾ വരിക, എവിടെ നിന്ന് വന്നാലും ആള് ആ അന്തിക്കാട്ടുകാരെ പോലെ തന്നെ സ്വന്തം വീട്ടുകാരെ പോലെ തന്നെ ഇടപെടാനും കൈകാര്യം ചെയ്യാനും ഒക്കെ ഉള്ള ആളെയാണ് ജയിപ്പിക്കേണ്ടത്. അത് പൊതുവിൽ ആളുകൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. സുനിൽകുമാറിന്റെ ചെറുപ്പം മുതൽ അദ്ദേഹം വിദ്യാഭ്യാസ കാലം മുതൽ ഇന്ന് വരെ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് രാഷ്ട്രത്തിനെ സേവിക്കാൻ വേണ്ടി പ്രതിജ്ഞ എടുത്തവനാണ്. അല്ലാണ്ട് ആളെ നല്ല സുഖജീവിതം മുഴുവൻ ജോലി ചെയ്ത് ഭാര്യ മക്കളത്ത് ഗൾഫിലോ അല്ലെങ്കിൽ വിദേശത്ത് പോയി കഴിഞ്ഞതിന് ശേഷം ഇവിടെ അന്തിക്കാട് വരുമ്പോൾ ഒരു അഡ്രസ്സ് ഉണ്ടാവാൻ അല്ലെങ്കിൽ ഒരു പിടിച്ചു നിൽക്കാൻ എന്ന ഒരു സ്ഥാനാർത്ഥിയല്ല VS സുനിൽകുമാർ.